ക്ഷേമ പെൻഷൻ വിവാദം, മലപ്പുറം ജില്ലാ രൂപീകരണ വിവാദം, പന്നിക്കണിയിൽ വീണ് 15-കാരൻ മരിച്ച ദാരുണ സംഭവത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ഗൂഢാലോചനാ വിവാദം. ഒടുവിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ. നിലമ്പൂരിൽ ഓരോ ദിവസവും രാഷ്ട്രീയ ചർച്ചകൾ മാറിമറിയുകയാണ്. ഇന്നത്തെ വിവാദ വിഷയം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിച്ചതിനെ ചൊല്ലിയാണ്. ഇതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ വൻ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുന്ന സംവിധാനമായി UDF മാറിയെന്നാരോപിച്ച് CPIM നേതൃത്വം കൂട്ടത്തോടെ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നുമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതിരോധം. ഇടതുപക്ഷത്തിന് PDP പിന്തുണ പ്രഖ്യാപിച്ചതും UDF ചൂണ്ടിക്കാട്ടുന്നു. PDPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഇക്കാര്യത്തിൽ താരതമ്യം ഏതുമില്ല എന്നാണ് CPIMന്റെ മറുപടി. ആദ്യം കാണാം RDX റാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷി വെൽഫെയർ പാർട്ടി ഇന്നലെയാണ് UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതിന്ന് LDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിലെ മുഖ്യ ചർച്ചയാക്കി. UDF വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് CPIM ഉയർത്തുന്നത്. ലോകമെമ്പാടുമുള്ള വർഗീയ ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി. എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുകയെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDFന് പ്രതിരോധവുമായി എത്തി. മുന്നണിക്ക് പുറത്തുനിന്നാണ് വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നത്. അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. UDFനെ പിന്തുണയ്ക്കുമ്പോൾ CPIMന് ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയും അല്ലാത്തപ്പോൾ മതേതര പാർട്ടിയുമാകുമെന്ന് സതീശന്റെ പരിഹാസം. UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. LDFന് തുടർന്നു വന്ന പിന്തുണ നിലമ്പൂരിലും തുടരുമെന്ന് PDP ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതുയർത്തി വെൽഫെയർ പാർട്ടി UDFന് നൽകിയ പിന്തുണയെ പ്രതിരോധിക്കാനും UDF ശ്രമിക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. LDF സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾ തുറന്നു കാണിക്കാനും തിരുത്താനും UDF വിജയിക്കണം. ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരായ ജനരോഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസരമാണ്. ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. പോലീസിലെ സംഘപരിവാർ ഇടപെടൽ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ UDF വിജയിക്കണം. ഇതൊക്കെയാണ് UDFനെ പിന്തുണയ്ക്കാനുള്ള കാരണമായി വെൽഫെയർ പാർട്ടി പറയുന്നത്. ആ പിന്തുണ UDF സ്വീകരിക്കുന്നുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല, മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് VD സതീശൻ പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഒരു തരത്തിലും തിരിച്ചടിയാകില്ല എന്നും VD സതീശൻ പറയുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDFനെ വെൽഫെയർ പാർട്ടി പിന്തുണച്ചിരുന്നു. നൽകുന്നത് മുന്നണിക്ക് പുറത്തു നിന്നുള്ള പിന്തുണയാണ്. അസോസിയേറ്റ് അംഗമാകാൻ ചർച്ച നടന്നില്ല. പിന്തുണയ്ക്കായി വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. സ്വന്തം നിലയ്ക്കാണ് UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് വെൽഫെയർ പാർട്ടി എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ആര്യാടൻ ഷൗക്കത്തിന്റെ മുൻ നിലപാടുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴും അമർഷമുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെ ഷൗക്കത്ത് വിമർശിച്ചിരുന്നു. സംഘടന ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് VS ജോയിയെ മത്സരിപ്പിക്കണമെന്നാണ്. ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനെതിരായ നീക്കമെന്ന നിലയിൽ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ ആല മൗദൂദിയുടെ ആശയങ്ങളെ ആര്യാടൻ ഷൗക്കത്ത് അതിരൂക്ഷമായി മുമ്പ് വിമർശിച്ചിരുന്നു. IS-ഉം ലഷ്കറും പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആശയ അടിത്തറ ഈ മൗദൂദിയൻ ആശയങ്ങളാണ് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH വഴി മൗദൂദിയുടെ ആശയം പ്രചരിപ്പിക്കുന്നതിനെ ആര്യാടൻ ഷൗക്കത്ത് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. മൗദൂദി ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എതിർത്തയാളാണ് എന്നുള്ള വിമർശനവും ആര്യാടൻ ഷൗക്കത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല എന്ന് വ്യക്തമാക്കി പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അത് സാധാരണ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ അസ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, അതടക്കം പുറത്തു വന്നിട്ടുണ്ട്. ജമാഅത്തെ ബന്ധത്തിൽ കോൺഗ്രസിനെയും ലീഗിനെയും വിമർശിച്ച് SSF മാസിക റിസാല രംഗത്തെത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തവർ മുസ്ലിം ലീഗ് ഇപ്പോൾ കൂട്ടുപിടിക്കുന്നു എന്നതാണ്. നേരത്തെ എതിർത്തവരാണ് മുസ്ലിം ലീഗ്, അവരിപ്പോൾ കൂട്ടുപിടിക്കുന്നു എന്നാണ് ആക്ഷേപം. ഇനി CPIMന്റെ ഇക്കാര്യത്തിലെ നിലപാട് പറയാം. മതസംഘടനകളെ കൂട്ടുപിടിച്ച് വോട്ട് നേടാനാണ് UDFന്റെ ശ്രമം എന്നാണ് CPIM പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ലോകമെങ്ങുമുള്ള വർഗീയ ശക്തി എന്നാണ് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞത്. പിന്തുണ അപ്രതീക്ഷിതമല്ല, ചേരേണ്ടവർ തമ്മിൽ ചേർന്നു എന്ന് സ്ഥാനാർത്ഥി M സ്വരാജും പറയുന്നു. മതരാഷ്ട്രവാദികളുമായുള്ള ബന്ധം മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്.
ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDF-നും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിൽ LDF-നെ പിന്തുണയ്ക്കുകയായിരുന്നു. അഹമ്മദ്, ശശി തരൂർ, KV തോമസ് എന്നിവരെ പരാജയപ്പെടുത്തുമെന്നും പരസ്യമായി അന്ന് പ്രഖ്യാപിച്ചു. T ആരിഫ് അലി അമീർ ആയിരിക്കെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 സീറ്റുകളിൽ LDF-ന് പിന്തുണയ്ക്കും എന്നും അന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. കിനാലൂർ സമരത്തിൽ ഇടതിനോട് അകന്നിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് അടുത്തു. ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാനുള്ളത് 2011 മാത്രമാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നത്. അതിനു മുൻപ് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലയിൽ തന്നെയാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷത്തിന് പ്രാദേശികമായി വെൽഫെയർ പാർട്ടി പിന്തുണ, ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത് 2011 ഏപ്രിൽ 18 ആദ്യമായി UDF-നോടടുത്തത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഏറ്റവും കൃത്യമായി, പ്രകടമായി, പരസ്യമായ ഒരു പിന്തുണ എന്ന നിലയ്ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. സമസ്തയ്ക്കും മുജാഹിദ് സംഘടനകൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ UDF സഹകരണത്തിൽ വിയോജിപ്പുണ്ട് എന്ന വസ്തുത കൂടിയുണ്ട്. ഇനി എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പ്രശ്നം? അത് മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം എന്ത്? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ അല മൗദൂദി 1903 ഔറംഗാബാദിലാണ് ജനിച്ചത്. ആദ്യകാലത്ത് പാശ്ചാത്യ സംസ്കാരത്തെ അംഗീകരിച്ചിരുന്നു അദ്ദേഹം. 1930-കൾക്ക് ശേഷം ഖുറാനും ദൈവവും മാത്രമാണ് സത്യം എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തുന്നു. ഹിന്ദു രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ എതിർത്തു. ഇന്ത്യയുടെ ദേശീയതാ നിലപാട് അവിശ്വാസവും അറിവില്ലായ്മയുമാണെന്ന് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗുമായി സഹകരിക്കുമെന്നുള്ള നിലപാട് ആദ്യഘട്ടത്തിലെടുത്തു. പിന്നീട് ലീഗിന്റെ ജനാധിപത്യ ആശയങ്ങളോട് വിയോജിച്ചു. കാരണം ജനാധിപത്യം എന്നത് തെറ്റാണ് എന്ന സമീപനമായിരുന്നു മൗദൂദിക്കുണ്ടായിരുന്നത്. മുസ്ലിം ബ്രദർഹുഡിൽ ആകൃഷ്ടനായി 1941 ഓഗസ്റ്റിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചു. ആത്യന്തിക ലക്ഷ്യം മതരാഷ്ട്രം എന്നത് തന്നെയാണ്. ഏകദൈവ വിശ്വാസത്തിലൂന്നിയ ദൈവിക രാജ്യം സ്ഥാപിക്കലാണ് ലക്ഷ്യം. മതനിരപേക്ഷ ജനാധിപത്യത്തോട് എതിർപ്പുണ്ട്. ആധുനിക മതേതര ജനാധിപത്യം, ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ് എന്നതുമായിരുന്നു മൗദൂദിയുടെ നിലപാട്. പാർലമെന്റിലും അസംബ്ലികളിലും അംഗത്വം നേടുന്നതും വോട്ട് ചെയ്യുന്നതും ഹറാമാണ് എന്ന് തന്നെയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്ലാമിക വിപ്ലവം യാഥാർത്ഥ്യമാവുമെന്ന് വിശ്വസിച്ചിരുന്നു. സംഘടനയിലൂടെ ഈ നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ നിരോധനങ്ങളുടെയൊക്കെ തുടർച്ചയാണ് പിന്നീട് സംഭവിക്കുന്നത്. ഈ സംഘടനയ്ക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനം ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. തീവ്രവാദികളെ പിന്തുണച്ചു എന്നാരോപിച്ച് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രം 2019 5 വർഷത്തേക്ക് നിരോധിച്ചു. 2024 കാലാവധി അവസാനിച്ചെങ്കിലും 5 വർഷത്തേക്ക് കൂടി നിരോധനം നീട്ടി. ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദും ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും രണ്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് 2 സംഘടനയായി നിൽക്കുന്നു എന്നത് പറഞ്ഞു പോകണം. 1971 യുദ്ധത്തെ ചൊല്ലി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട് ഉണ്ടായിരുന്നു. 1972 ബംഗ്ലാദേശിൽ സംഘടന നിരോധിക്കപ്പെട്ടു. 76 നിരോധനം പിൻവലിച്ചു. 2013 ബംഗ്ലാദേശ് സുപ്രീം കോടതി പാർട്ടി രജിസ്ട്രേഷൻ റദ്ദാക്കി. സർക്കാർ നിരോധിച്ചു. 2024 ഇടക്കാല ബംഗ്ലാ സർക്കാർ നിരോധനം പിൻവലിച്ചു. സുപ്രീം കോടതി രജിസ്ട്രേഷൻ പുതുക്കി. ഈ ഇന്ത്യയിലും അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടുന്നുണ്ട്. പിന്നീട് 92 ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായ നിരോധനങ്ങളുടെ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ രൂപം കൂടി വരുന്നത് വെൽഫെയർ പാർട്ടി എന്ന നിലയ്ക്ക്. മാത്രമല്ല ഈ ദൈവരാജ്യം എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ചില ഘടനാപരമായ മാറ്റമുണ്ടാകുന്നു. ജനാധിപത്യത്തോട് സഹകരിക്കാനുള്ള സമീപനത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരുന്നു. ഇതൊക്കെ ഇതിനിടയ്ക്ക് സംഭവിച്ചു പോകുന്നതാണ്. ഇനി ഹിന്ദു മഹാസഭയുടെ പിന്തുണ കൂടി ഇതിന് സമാന്തരമായി ചർച്ചയാവുന്നു എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. എം സ്വരാജിനെ അഖില ഭാരത ഹിന്ദു മഹാസഭ പിന്തുണയ്ക്കുമെന്ന് ദത്താത്രേയ സായി സ്വരൂപനാഥ് എന്നൊരു സന്യാസി ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരുന്നു. LDF തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ആണ് ഈ ദത്താത്രേയ സായി സ്വരൂപനാഥ് പറഞ്ഞത്. യഥാർത്ഥ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് ഈ വാർത്തയുമായി ഒരു ബന്ധവുമില്ലെന്ന് ഈ ഹിന്ദു മഹാസഭയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഹിമോൽ ഭദ്രാനന്ദ എന്ന, മുമ്പ് തോക്കുസ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഹിമോൽ ഭദ്രാനന്ദ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിന്ദു മഹാസഭ അധ്യക്ഷൻ ദത്താത്രേയ സായി സ്വരൂപാനന്ദല്ല, താനാണ് എന്നാണ് ഹിമോൽ ഭദ്രാനന്ദ പറയുന്നത്. അഖില ഭാരത ഹിന്ദു മഹാസഭ എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ഭദ്രാനന്ദ പറയുന്നു. ഇനി ഏതാണ് ഈ ഹിന്ദു മഹാസഭ? പിന്തുണയെപ്പറ്റി അറിയില്ല, ഹിന്ദു മഹാസഭ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഇല്ലാത്ത സംഘടനയുടെ പിന്തുണയെക്കുറിച്ച് മറുപടി അപ്രസക്തമാണ് എന്നും ഗോവിന്ദമാഷ് പറയുന്നു. ഇതാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള ഇന്നത്തെ ഏറ്റവും രസകരമായ വിവരം. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ കുറച്ച് കൗതുകകരമായ വിഷയങ്ങളൊക്കെ കിട്ടിയത് എനിക്ക് തോന്നുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നാണ് എന്ന് തോന്നുന്നു. അതിൽ പ്രധാനമായും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. ഇത് ഈ സത്യം പറഞ്ഞാൽ തന്നെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, അവിടെ പരമാവധി ഒരു 500-1500 വോട്ടായിരിക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ചർച്ചകളുടെ ഒരു പ്രതീതി
കണ്ടാൽ അവിടെ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഒരു പാർട്ടിയായി കരുത്തുറ്റുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് കേരളം മുഴുവനുള്ളവർക്ക്, മലയാളം അറിയുന്നവർ മുഴുവൻ അങ്ങനെ വിശ്വസിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത. അതായത് അതിൻ്റെ പ്രചാരണ ശേഷി, അത് ചർച്ചയാകുന്ന വിധം, ഇതൊക്കെ അതിൻ്റെ അംഗങ്ങളുടെ എണ്ണമായോ അവർക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന വോട്ടുമായോ ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്നുള്ള കൗതുകത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം, അതായത് ഞാൻ ഒരു തടവേ സൊന്നാൽ 100 തടവേ സൊന്ന മാതിരി എന്ന് പറഞ്ഞ പോലെ ഒരാൾ പറയുന്നത് 100 ആളോ 1000 ആളോ പറയുന്നതിന് തുല്യമാണ്. അത്ര ആളുകളെ വേണ്ടു. പക്ഷേ അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ പ്രചാരണത്തിൽ നല്ല 100 തവണ പറയുന്നത് പോലെ പറയാൻ ശേഷിയുള്ള ആളാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ വന്ന ഈ മഹാസഭയുടെ കാര്യം, ഹിന്ദു മഹാസഭയുടെ കാര്യം ഒരു തമാശയായിട്ട് കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യം തന്നെ അത് പറയട്ടെ. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന് എന്ന് വരുമ്പോൾ ഒരു കാർഡ് അപ്പുറത്ത് നിന്ന് പറയാം. അതായത് ഹിന്ദു മഹാസഭ പിന്തുണ LDFന് എന്നൊരു കാർഡ് സെപ്പറേറ്റ് ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് വേണം എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ ഹർഷൻ, ഞാനതിനകത്ത് UDFൻ്റെ ഘടകകക്ഷിയായിട്ടോ മറ്റോ അസോസിയേറ്റഡ് മുന്നണിക്കകത്ത് തന്നെ വന്ന ഒരു ഘടകകക്ഷിയായിട്ട് വെൽഫെയർ പാർട്ടി വന്നാൽ ഞാനതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. ഏതെങ്കിലും തരത്തിൽ എതിർക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ BJPക്ക് ആരാണോ RSS, അതുപോലെയാണ് വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കറിയാം. BJPയും വെൽഫെയർ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടികളാണ്. ജമാഅത്തെ ഇസ്ലാമിയും RSSും രാഷ്ട്രീയ പാർട്ടികളല്ല, രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാത്ത ഒരു വലിയ മറ്റ് സംഘടനകളാണ്. എന്നാൽ വലിയ ശക്തിയുള്ള, അതാതിൻ്റെതായിട്ടുള്ള വലിയ ശക്തിയുള്ള സംഘടനകളാണ്. ഇപ്പോൾ RSS ഒരു വർഗീയ സംഘടനയാണെന്ന അഭിപ്രായമുള്ള ആളുകൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ സംഘടനയാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ RSSകാർ സമ്മതിക്കില്ല ഞങ്ങൾ വർഗീയ സംഘടനയാണ് എന്ന്. ഞങ്ങൾ രാജ്യം മുഴുവൻ ഭരിക്കുന്ന, രാജ്യത്തെയും ഒരുപക്ഷെ ലോകത്തെ തന്നെയും ഏറ്റവും വലിയ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്, സാംസ്കാരിക സംഘടനയാണെന്നാണല്ലോ RSS പറയുക. പക്ഷേ ഈ RSS അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള വർഗീയത സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന നല്ല അഭിപ്രായമുള്ള ഒരു വർഗീയ സംഘടനയാണത് എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളും പറയുക ഞങ്ങളുടേതായിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല സാംസ്കാരിക സംഘടനയും മതസംഘടനയുമാണ്, സാമുദായിക സംഘടനയുമാണ്, ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ അടിത്തറയുണ്ടെന്ന് അവർ പറയും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വലിയ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ തീവ്രവാദം, വർഗീയവാദം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണോ അതിനെ നോക്കുന്നത് എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണല്ലോ, ഏറ്റവും വലിയ തീവ്രവാദ സംഘടന. എനിക്കും ഹർഷനും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് കുറച്ചു കാലം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് താലിബാൻ അത്രയ്ക്ക് വലിയ തീവ്രവാദ സംഘടനയൊന്നുമല്ല എന്നൊരു അഭിപ്രായം ആകപ്പാടെ കേരളത്തിനും ചുറ്റുപാടൊന്നും പറഞ്ഞ ഏക സംഘടന, അത് സംഘടനയായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ കുറച്ച് ആളുകളാണ് അക്കാലത്ത് ഒരു അങ്ങനെ അങ്ങ് അനുകൂലിച്ചു എന്നല്ല, പക്ഷേ എന്നാലും താലിബാനെ പൂർണ്ണമായും തള്ളിക്കളയരുതെന്ന അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ഈ താലിബാനോട് ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ പോലും താലിബാൻ സർക്കാരിനോട് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ സാഹചര്യം മാറി. താലിബാൻ എന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന വലിയ രാജ്യത്തെ ഭരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ താലിബാൻ്റെ അടിസ്ഥാനം എന്തായാലും അതോടുള്ള നിലപാട് ആളുകൾ മാറ്റും. അപ്പോൾ ഇവിടെയും അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതായത് RSSനോട് വലിയ തീവ്രമായിട്ടുള്ള എതിർപ്പുള്ള അതൊരു വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളും സംഘടനകളും ഒക്കെ ഇപ്പോൾ അതോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പോൾ ഈ RSSനെ ബാക്ക് ചെയ്യുന്ന BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ ഇപ്പോൾ ഒറ്റക്കല്ലല്ലോ ഭരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ, ഒരു കാലത്ത് RSSനെയും BJPയും വലിയ ശക്തമായിട്ട് എതിർത്തിരുന്ന, അവർ വർഗീയ കക്ഷികളാണെന്ന് പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഈ BJPയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSൻ്റെ രാഷ്ട്രീയ നയങ്ങൾ കൂടിയാണല്ലോ ആ സപ്പോർട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ സാഹചര്യം മാറി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വന്ന് നോക്കുമ്പോൾ എന്തിനാണ് BD സതീശൻ അവരെ എതിർക്കേണ്ടുന്ന കാര്യം എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം BD സതീശൻ പറഞ്ഞത് തന്നെയാണ്. അവരിപ്പോൾ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു. സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അവരിപ്പോൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മളതിനെ എടുക്കണം. ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ അതല്ലേ വിശ്വസിക്കേണ്ടത്? മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നാളെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വരെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമാണ് ഞങ്ങളുടെ ബേസ്, അടിസ്ഥാന ആശയമെങ്കിൽ നാളെ ജമാഅത്തെ ഇസ്ലാമി ശ്രീ BD സതീശൻ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ അടിസ്ഥാന ആശയം തന്നെ മതരാഷ്ട്രവാദമാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരണമല്ലോ. അവർ രംഗത്ത് വരില്ല. അവരുടെ നിലപാട് അങ്ങനെയല്ല ഇപ്പോൾ. അതായത് ജമാഅത്തെ ഇസ്ലാമി ഈ ഇന്ത്യയെ ആകപ്പാടെ തന്നെ ഇസ്ലാം മതത്തിൻ്റെ താഴെ കൊണ്ടുവരണം എന്ന ആഗ്രഹം ആർക്കെങ്കിലും അവിടെ ഉള്ളിലുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞെടുത്തത്, ഇവർക്ക് UDFനെ എതിർക്കേണ്ടുന്ന കാര്യം എന്തെങ്കിലും ഇല്ല എന്ന് മാത്രമല്ല, പലപ്പോഴായിട്ട് LDF ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, അത് വെൽഫെയർ പാർട്ടിയുടേതായിട്ടല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പിന്തുണയായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന സാഹചര്യം അവിടെയുണ്ട്. ഇത് എനിക്കിതിനകത്തുള്ളൊരു കൗതുകം, സനീഷ് ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഈ തീർച്ചയായും സംശയമില്ലാത്ത വണ്ണം വർഗീയ അടിത്തറയുള്ള പ്രസ്ഥാനങ്ങളെ ഒരു ലിബറൽ ഉദാരതയോടെ അവതരിപ്പിക്കുന്നത് കൗതുകത്തോടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാൻ
പറയാനുള്ള പ്രശ്നം അല്ല എന്താണ് ഞാനത് വസ്തുത പറഞ്ഞു. അതിലെനിക്ക് പറയാനുള്ളത് ഈ വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണ്? വെൽഫെയർ പാർട്ടിക്ക് UDF കയറി പറ്റണം. ഇതൊരു സത്യമാണ്, ഇതൊരു വസ്തുതയാണ്. 2011 അവർ രൂപീകരിച്ചതിന് ശേഷം അവർക്കങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ പല സാധ്യതകൾ തേടി, ഇടതു മുന്നണിക്ക് പല തെരഞ്ഞെടുപ്പുകളിലും പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ അവരെ മുന്നണി എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അംഗീകരിക്കാനോ അടുപ്പിക്കാനോ തയ്യാറായില്ല. പ്രാദേശികമായി ഇപ്പോൾ ക്യാമ്പസുകളിൽ 2011 കാലത്തൊക്കെ സജീവമായി SIOയിലൊക്കെ പ്രവർത്തിച്ചു വന്നവരാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ ഇവരെന്താണ് പ്രശ്നം എന്നറിയോ? അവിടെ ഇവരെ ഇൻകുലാബ് സിന്ദാബാദാണ് വിളിക്കുന്നത്. മുദ്രാവാക്യങ്ങളുടെ ഘടനയും രൂപവും സ്വഭാവവും ഒക്കെ ഏതാണ്ട് SFIയോടൊക്കെ ചേർന്ന് വരും. അവർ ഏറ്റുമുട്ടി വന്നിട്ടുള്ളത് SFIയുമായിട്ടാണ്. അതുകൊണ്ട് ഇനി ഒരു കാലത്തും ഇവരുമായി ചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യം, അതിൻ്റെ ഒരു ആന്തരിക ഘടനയെ തന്നെ അത് പൂർണ്ണമായി ഗ്രസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിപ്പോൾ എന്താ ഇനിയിപ്പോൾ പറ്റുന്നത് UDFനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ അവർ കഠിനമായി നടത്തുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സനീഷ്, ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത്, അതിനുശേഷം ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഒക്കെ ഈ ഒരു സംഘടന എന്ന നിലയിൽ, മതസംഘടന എന്ന നിലയിൽ തന്നെ അത് നിരോധിക്കപ്പെടുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടുമ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് വെൽഫെയർ പാർട്ടി ആ ഘട്ടത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അതിപ്പം SDPI നിരോധിക്കാൻ പറ്റില്ല, അതുപോലെ ഇതിനെയും അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ എളുപ്പത്തിൽ നിരോധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി വന്നു. പക്ഷേ അവർക്ക് ആഗ്രഹങ്ങൾ വന്നു. ആ ആഗ്രഹങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹങ്ങളായി അവർക്കത് മാറി. ഈ മതസംഘടനയെ നിലനിർത്തുന്ന എന്നുള്ളതിനപ്പുറത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആഗ്രഹങ്ങളിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാരണം ഈ 1500 വോട്ടാണ് അവർക്ക് ആ മണ്ഡലത്തിലുള്ളത്. പക്ഷേ അവർക്ക് അപാരമായിട്ടുള്ള ആഘാതശേഷിയുള്ള മാധ്യമങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പിന്നെ അവർക്ക് ഇവർക്ക് അസാമാന്യമായ താർക്കിക യുക്തിയുള്ള പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെ കൂടി അസാധാരണ ആഘാതശേഷിയുള്ള മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം ഷൂവിലേക്ക് വെടിവെക്കുകയാണ്. UDFനാണ് പാറയുണ്ടാക്കുക. അതെ, അത് നമുക്ക് അത് കാത്തിരുന്ന് കാണാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇനി വേറൊരു തമാശ കൂടിയുണ്ട്. മതരാഷ്ട്രവാദം സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് രണ്ടുപേരാണ് ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒന്ന് VD സതീശനും ഒന്ന് ഈ സനീഷും. അത് അങ്ങനെ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നിൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ SIOക്കാരായിട്ടുള്ള GIOക്കാരായിട്ടുള്ള പ്രവർത്തകർ, ഏറ്റവും പുതിയ പ്രവർത്തകർ വിളിക്കുന്നത് എന്താണ്? മതേതരത്വം തുലയട്ടെ, ജനാധിപത്യം തുലയട്ടെ എന്നാണ്. അതിപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആന്തരിക ഘടനയിൽ ആ സാധനം നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതുപോലെ PDP ആയിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഒരു കാലത്തും പറ്റില്ല. PDP വേറൊരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ്. അത് കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ചരിത്രം പരിമിതമാണ്. അതിനെ ഇതുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. കൂടുതൽ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിണറായി പോലീസ് മുഴുവൻ സംഘി പോലീസാണ് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. സനീഷ്, ഈ കുറഞ്ഞ കാലം മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ്? സെൻകുമാറും ഈ ജേക്കബ് തോമസും ഒക്കെ ഈ പോലീസ് DGPമാരൊക്കെ ആയിരുന്നിട്ട് പിണറായി സർക്കാരിനെതിരെ യുദ്ധം നയിക്കുമ്പോൾ അവരേതാണ്ട് ബദർ യുദ്ധത്തിലെ പോരാളികളാണെന്നുള്ള മട്ടിലുള്ള പിന്തുണയാണ് ഇസ്ലാമി അവർക്ക് കൊടുത്തോണ്ടിരുന്നത്. BJPക്കുള്ളിലാണ്. എൻ്റെ നേരത്തെയും പോയിന്റ് ഒറ്റ കാര്യമുള്ളൂ. അതായത് നിറയെ ആളുകൾ വർഗീയ കക്ഷിയെന്നും വർഗീയ സംഘടനയെന്നും വിളിക്കുന്ന RSSന് രാജ്യം തന്നെയും ഭരിക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാമെങ്കിൽ, ഇത്രയൊന്നും വലുപ്പമില്ലാത്ത, കേരളത്തിൽ പോലും വെല്ലുവിളിയാവാത്ത, നിലമ്പൂരിൽ പോലും 1500 വോട്ട് മാത്രമുള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്ന ഒരു സംഘടനക്ക്, വർഗീയവാദികളുടെ സംഘടനക്ക് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവെക്കാം. ലിബറൽ കണ്ണട മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് ഓക്കെ. അതായത് ഇതിന്റെ മുകളിൽ ചാപ്പ എന്ന് വെച്ചാലും ഞാൻ ചോദിക്കുന്നത്, RSS വർഗീയ സംഘടനയാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ആ RSS ആണ് രാജ്യം ഭരിക്കുന്ന BJPക്ക് മുന്നിലുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യ പ്രോസസ്സിൽ വർഗീയ കക്ഷി എന്ന് പലരും വിളിക്കുന്ന, അല്ലെങ്കിൽ വർഗീയ കക്ഷി തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ UDFനകത്തേക്ക് പ്ലേസ് ചെയ്ത് എന്താ കുഴപ്പം എന്നാണ് എന്റെ ചോദ്യം. അതിന് മറുപടി പറയില്ല. ആ ഹിന്ദു മഹാസഭയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയോണ്ടാണ്. ഹിന്ദു മഹാസഭ ഇത് ഏറ്റവും ഒടുവിൽ കണ്ടത് എന്താണെന്നറിയോ? ഈ ഇദ്ദേഹം ഉണ്ടല്ലോ, ആരാണ്? ഹിമോൽ ഭദ്രാനന്ദ. ഞാനിപ്പം നിലമ്പൂർ പോയപ്പം ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയാണ് ഹിമോൽ ഭദ്രാനന്ദ താമസിച്ചിരുന്നത്. അവിടെ ഞാൻ കണ്ടു. അവിടെ സജീവമായി അദ്ദേഹം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനം കുറച്ച് മുമ്പുണ്ട്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ കാണുന്നത് സുനാമി പ്രവചിച്ചുകൊണ്ടാണ്. അതായത് സുനാമിക്ക് ശേഷം അദ്ദേഹം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി തിരുവനന്തപുരത്ത്. ഞാൻ മുമ്പ് സുനാമി പ്രവചിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം വന്നിട്ടുണ്ട്. അതായത് ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുക, അദ്ദേഹമാണ് യഥാർത്ഥ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കുക. അതിന് കാരണം എന്താണെന്നറിയാവോ? സനാതനിയായ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇതൊക്കെയാണ്
13 വോട്ട്, ഈ ഭദ്രാനന്ദയുടേത് പിന്നെ ഹിന്ദു മഹാസഭയ്ക്ക് 15 വോട്ട്, ഈ ഭദ്രാനന്ദയുടെ അല്ലാത്ത ഹിന്ദു മഹാസഭയ്ക്ക് 1.5 വോട്ട്. ഇതാണ് അവിടെ തന്നില്ല. അതിനെക്കുറിച്ച് നമ്മുടെ ചർച്ച. ജനാധിപത്യത്തെ ആശയപരമായി തന്നെ എതിർക്കുന്ന മത നിയമങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി പദ്ധതിയും പരിപാടിയും തീരുമാനിച്ച ഒരു സംഘടനയുമായി കൈകോർക്കുന്നു എന്നാണ് UDF-നെതിരെ LDF-ന്റെ വിമർശനം. മതരാഷ്ട്ര രൂപീകരണം എന്ന പരമോന്നത ലക്ഷ്യം ഇന്ത്യൻ സാഹചര്യം പരിഗണിച്ച് തിരുത്തി എഴുതിയിട്ടുണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. അത് UDF-ഉം ഏറ്റുപിടിക്കുന്നു. അവരെ ഉൾക്കൊണ്ട് വോട്ട് വാഗ്ദാനം സ്വീകരിക്കുന്നു. അപ്പോഴും ഒരു ജനാധിപത്യ ക്രമത്തിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മതനിയമം പ്രത്യയശാസ്ത്ര അടിത്തറയായ അടിസ്ഥാനപരമായി ജനാധിപത്യത്തോട് വിയോജിക്കുന്ന സംഘടന എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അവർ സ്വയം വിശദീകരിക്കുന്നു, അവരെ മറ്റ് കക്ഷികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നെല്ലാം ചർച്ചയാവുക തന്നെ ചെയ്യും.